അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ കല്ലറയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ പാലാരൂപത അൽഫോൻസാമപുരം ഇടവകയിലുള്ള അംഗമാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 പക്ഷേ അതെനിക്ക് നന്നായി പാലിക്കാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ 2024 ഒക്ടോബറിൽ രണ്ടാമത് പുതിയ ഉടമ്പടിയായിട്ട് എടുത്തു. എൻ്റെ കുഞ്ഞിന് ജനിതകപരമായ ഒരു അസുഖം ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അവൻ്റെ ദേഹത്തെല്ലാം കുറേ പാടുകളുണ്ട്. അവനൊരു NF1 എന്ന് പറയുന്ന ഒരു ജനിതക രോഗമാണെന്ന് ഡോക്ടർമാർ സംശയം പറഞ്ഞു. അതിനായിട്ട് അവരൊരു ജനറ്റിക് ടെസ്റ്റ് നടത്തണമെന്ന് എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ഒരു ജനറ്റിക് ടെസ്റ്റ് നടത്തി. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു. അമ്മേ, ഞാൻ ആ ബ്ലഡ് എടുക്കാൻ നേരം ഞാൻ അമ്മയോട് പറഞ്ഞു, ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ ദേഹത്ത് പുരട്ടിയിട്ട് പറഞ്ഞു, അമ്മേ നീ തന്നെ പോയി എൻ്റെ കുഞ്ഞിനെ ടെസ്റ്റ് നടത്തണമേ. അപ്പോൾ ഞാൻ എന്നിട്ട് അവൻ്റെ ദേഹത്ത് ഞാൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞത് എന്തായാലും ഈ റിസൾട്ട് പോസിറ്റീവായിട്ട് വരാനാണ് സാധ്യത. കാരണം അവന് അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും റിസൾട്ട് പോസിറ്റീവായിരിക്കും. നമുക്ക് അതിന് ശേഷം നമ്മൾ പറയാം. കാരണം ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും ഡോക്ടർമാരുടെ കയ്യിലില്ല. കാരണം മരുന്നൊന്നും ഇതിന് കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അമ്മ, എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. എൻ്റെ കുഞ്ഞിനെ അമ്മ സുഖപ്പെടുത്തണേ. ഈ റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്നാണ് ഈ മാസം 7-ാം തീയതിയാണ് 5-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മേ 7-ാം തീയതി ഡിസംബർ 7 മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ട് വരുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ നിന്ന് ആ ദിവസം തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. അതനുസരിച്ച് 5-ാം തീയതി റിസൾട്ട് വന്നു. റിസൾട്ട് നെഗറ്റീവായിരുന്നു. അതുപോലെ എൻ്റെ മൂത്ത കുഞ്ഞിന് ഹാർട്ട് സർജറി കഴിഞ്ഞതായിരുന്നു. ഈ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ അവളെ എക്കോ എടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ എക്കോ എടുത്തിട്ട് പറഞ്ഞു, അവളുടെ ഹാർട്ടിൻ്റെ പമ്പ് നല്ല സൂപ്പറായിട്ടാണ് നടക്കുന്നത്. അവൾക്ക് ഇപ്പോൾ അതിന് സർജറി ചെയ്തതിൻ്റെ ആയിട്ടുള്ള അവൾക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല രീതിക്ക് തന്നെ അവളുടെ ഹാർട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതുവരെ ഞങ്ങൾ എക്കോ എടുക്കാൻ പോയിട്ട് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വാക്ക് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് എക്കോ എടുക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ നിൻ്റെ ഹാർട്ട് നല്ല സൂപ്പറായിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞു. എനിക്ക് വചനം വായിക്കാനൊക്കെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി വചനം വായിക്കില്ല. കാരണം അവർ ബൈബിളൊക്കെ കീറാൻ വരുമായിരുന്നു. അങ്ങനെ ഞാൻ വായിക്കൽ കുറച്ചിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി അവരുറങ്ങിയ ശേഷമാണെങ്കിലും കഴിവതും കൂടുതൽ സമയം വചനം വായിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ കഴിയുന്നത്ര ഞാൻ കൊന്തയെല്ലാം ശ്രമിച്ചു. വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര ക്ഷീണമെന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കും. പക്ഷേ ഈ ഉടമ്പടിയുടെ ശേഷം ആരെന്നറിയാതെ 5:30 എന്നുള്ള സമയത്ത് എന്നെ മാതാവ് വിളിക്കും, മോളെ എഴുന്നേക്ക്, 5:30 എന്നുള്ള രീതിയിൽ എഴുന്നേൽപ്പിച്ച് ഞാൻ പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ചെല്ലാൻ മാതാവ് അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അവർക്ക് തുച്ഛമായ പൈസയാണെങ്കിലും എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ അവർക്ക് ഞാൻ ആരെങ്കിലുമൊക്കെ വഴി കൊടുക്കാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 15:28 യേശു പറഞ്ഞു, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയുടെ തിരുനടയിൽ സ്റ്റെഫി ജോൺ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുഞ്ഞിനോടൊപ്പം വന്ന് ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെ നന്ദിപൂർവം സാക്ഷ്യപ്പെടുത്തുകയാണ്. കുഞ്ഞിന് ജനിതക വൈകല്യം ഉണ്ടെന്ന് ഡോക്ടർ സംശയിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നു. ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സ നടക്കുന്നു. ആ സമയങ്ങളിലൊക്കെയും ഈ കുടുംബം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കണ്ണീരോടും വിലാപത്തോടും കൂടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും പൂർണ്ണമായ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി നിരന്തരം അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടുകയും ചെയ്യുന്നു. പരിശുദ്ധമ്മ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ കുപ്പുകരത്തോടുകൂടി മകളുടെ കണ്ണീരുപ്പുള്ള പ്രാർത്ഥനകളെ സമർപ്പിക്കുകയും കുഞ്ഞിൻ്റെ ജനിതകമായ യാതൊരു വൈകല്യവുമില്ലെന്ന് എല്ലാ ടെസ്റ്റുകൾക്ക് ശേഷം ഏതാണ്ട് ഡോക്ടർമാർ ഉറപ്പിച്ചത്
ഈശോയുടെ തിരുരക്തത്താൽ സംരക്ഷിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി കുഞ്ഞിനെ തിരികെ നൽകുന്നതാണ് ആദ്യം മകൾ പങ്കുവെക്കുന്ന സാക്ഷ്യം. രണ്ടാമത് ഓപ്പറേഷൻ കഴിഞ്ഞ കുഞ്ഞിന് യാതൊരു ഹൃദയ സംബന്ധമായ രോഗത്തിൻ്റെ പ്രശ്നങ്ങളുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് വളരുവാനും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ആരോഗ്യം ലഭിച്ചതിനെ, കൃപ ലഭിച്ചതിനെ മകൾ സന്തോഷത്തോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നമ്മൾ ഏതൊക്കെ ഭാരങ്ങളായി വരുന്നുവോ, ഏതൊക്കെ സങ്കടങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുവോ അതൊക്കെയും ഏറ്റെടുത്തുകൊണ്ട് അമ്മ തിരുക്കുമാരൻ്റെ സവിധം സമർപ്പിച്ച് നമ്മളെ നിരന്തരം അനുഗ്രഹിക്കുന്നതിന്, കൃപയാൽ നിറയ്ക്കുന്നതിന്, ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നയിക്കുന്നതിന് അമ്മ എപ്പോഴും നമ്മളെ കൂടെ വരുന്നു, സഹായിക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച ഈ 2 രോഗസൗഖ്യങ്ങളെക്കുറിച്ച് ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.